പാലക്കാടിൻ്റെ ചരിത്ര താളുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ടിപ്പു സുൽത്താൻ കോട്ട, അല്ലെങ്കിൽ പാലക്കാടൻ കോട്ട. ഈ കോട്ടയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. പാലക്കാട് കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരാലിയിൽ നിന്നാണ്. 1756-57 കാലഘട്ടങ്ങളിൽ പാലക്കാട് ഭരണാധികാരിയുടെ ക്ഷണം സ്വീകരിച്ച് മൈസൂർ രാജാവായ ഹൈദരാലി എത്തുന്നത്. തൻ്റെ ശത്രുവായ സാമൂതിരിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശമായിരുന്നു പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പിൽ അച്ഛൻ വിചാരിച്ചത്. കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഏകദേശം 9 വർഷം എടുത്തു എന്നതാണ് ചരിത്രം. ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായി നടത്തിയത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലായിരുന്നു. സന്ദർശകരുടെ കണ്ണിന് കുളിർമയേകാൻ കോട്ടയെ ചുറ്റി നിൽക്കുന്ന പൂന്തോട്ടവും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇത് മനുഷ്യ നിർമ്മിതിയോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ. എങ്ങും പടുകൂറ്റൻ കല്ലുകളാൽ തീർത്ത ചുമരുകളും പ്രത്യക്ഷമാണ് അവിടെ. സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട് അവിടെ. ഭീമാകരമായ കവാടത്തിൻ്റെ വാതിലുകളും ഒറ്റക്കല്ലിൽ തീർത്ത കവാടത്തിൻ്റെ കട്ടളയുമൊക്കെ വേറിട്ട ഒരു കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ സാധിക്കുന്ന ചുമരുകളും കവാട വാതിലുകളും സന്ദർശകരെ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാഴ്ച കൂടിയാണ്. പാലക്കാട് ഭരിച്ചിരുന്ന ഭരണാധികാരിയിൽ നിന്ന് ക്ഷണം സ്വീകരിച്ചെത്തിയ ഹൈദരാലി പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് കോട്ട പിടിച്ചെടുക്കുന്ന സംഭവങ്ങളാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഹൈദരാലിക്ക് ശേഷം കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാനായി എത്തിയത് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ്. ഈ ടിപ്പുവിൻ്റെ യുദ്ധ ചരിത്രത്തിലെ പല പ്രധാന സംഭവങ്ങൾക്കും പടപ്പുറപ്പാടുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പാലക്കാടൻ കോട്ട. കോട്ടയ്ക്കുള്ളിലെ വിശാലമായ പച്ചപ്പുൽത്തകിടിയും സന്ദർശകരുടെ മനം കവരുന്ന മറ്റൊരു കാഴ്ചയാണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ ഭാഗമായി ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ടിപ്പു സുൽത്താൻ കോട്ട. ചരിത്രം വിളിച്ചറിയിക്കുന്ന ഒരിക്കലും വറ്റാത്ത കൽപ്പടകളോട് കൂടിയ മനോഹരമായ കുളവും കോട്ടയുടെ ഉള്ളിലെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. വടക്ക് കോട്ടവാതിലും പടിഞ്ഞാറ് ആയുധപ്പുരയും പീരങ്കിക്കും പടയാളികൾക്കും മറഞ്ഞു നിൽക്കാനുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് ഈ കോട്ടയുടെ നിർമ്മാണം. 9 കാവൽപ്പുരകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കോട്ടയെ ചുറ്റിയുള്ള ഈ 9 കാവൽപ്പുരകളിൽ നിന്ന് വീക്ഷിച്ചാൽ ശത്രുക്കളുടെ നീക്കങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ കോട്ടയുടെ നിർമ്മാണ രീതിയുടെ മറ്റൊരു പ്രത്യേകത, പുറത്തുനിന്ന് ശത്രുക്കൾക്ക് അത്ര പെട്ടെന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിൽ കോട്ടയ്ക്ക് ചുറ്റും സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഒരിക്കലും വറ്റാത്ത വെള്ളം നിറഞ്ഞ കിടങ്ങുകൾ ഇതിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാലും ഒരിക്കൽ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട ആക്രമണത്തിന് മുൻപിൽ കോട്ടയുടെ അധികാരം അവർ പിടിച്ചെടുത്ത് വീണ്ടും സാമൂതിരിയെ ഏൽപ്പിച്ചു. എന്നാൽ തൻ്റെ തന്ത്ര നീക്കങ്ങൾ കൊണ്ട് വീണ്ടും കോട്ട തിരിച്ചു പിടിച്ചതായിട്ട് ടിപ്പു സുൽത്താനെക്കുറിച്ച് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പാലക്കാട് കോട്ടയ്ക്ക് അകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്പെഷ്യൽ സബ് ജയിൽ ഉണ്ടായിരുന്നു.
ഇപ്പോൾ അത് മലമ്പുഴയിലേക്ക് മാറ്റി. അതുപോലെ ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും ഈ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.